അപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ, അതായത് എന്താണ് ഈ PWM എന്നുള്ള സംഭവം. PWM നമുക്ക് കറക്റ്റ് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓസിലോസ്കോപ്പ് തന്നെ വേണം. ഇത് നമ്മുടെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ആ ബ്രൈറ്റ്നസിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഈ PWM എന്താണെന്നും അതെങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ള ആ സിഗ്നൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. നമ്മൾ ഫോണിൻ്റെ ഇതിലേക്ക് പോകാം. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിലെ ബ്രൈറ്റ്നസ്, ഈ ബ്രൈറ്റ്നസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഒരു ലൈന് ഇതാ നോർമലി ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന PWM ലൈനിൻ്റെ കണക്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുത്തുള്ള വിവോ Y12 ആണ് ഈ മോഡൽ. അപ്പോൾ ആ മോഡലിന് ഈ PW ഔട്ട് നിന്നാണ് നമ്മൾ ആ സിഗ്നലിൻ്റെ സാമ്പിൾ എടുത്തിട്ടുള്ളത് ഓസിലോസ്കോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് ഇനി ഞാൻ അവിടെ നോക്കുക, ഞാൻ ഇതിൻ്റെ ബ്രൈറ്റ്നസ്സിൽ മാറ്റം വരുത്തുമ്പോൾ അത് ആ ബ്രൈറ്റ്നസ് ഞാൻ കുറയ്ക്കുകയാണ്. ഇത് കുറക്കുന്ന സമയത്ത് നോക്കുക, ഇതിൽ ഈ ഹൈ ആയിട്ട് നിൽക്കുന്ന ഭാഗം അതേപോലെ അതിൻ്റെ വിഡ്ത്ത് കുറഞ്ഞു വരികയാണ്. ഈ വിഡ്ത്ത് കുറഞ്ഞു വരികയാണ്. നമ്മൾ ബ്രൈറ്റ്നസ് കുറക്കുന്നതിനനുസരിച്ച് ഹൈ ഭാഗത്തിൻ്റെ വിഡ്ത്ത് കുറഞ്ഞു വരുന്നു. ഇപ്പോൾ നമ്മൾ ഇത് കുറച്ചു കണ്ടോ, കുറച്ച സമയത്ത് അവിടെ ചെറിയൊരു സംഭവമേ ഉള്ളൂ. നമ്മളിത് ഫുള്ളായിട്ട് കൂട്ടുന്ന സമയത്ത് നോക്കുക, ആ ഹൈ ആയിട്ടുള്ള ഭാഗം എന്ത് ചെയ്യാണ്, ഫുള്ളായിട്ട് കൂടി. ഇപ്പോൾ ലോ ഭാഗം ഇല്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഈ ഫോണിലെ ബ്രൈറ്റ്നസ്സും കൂടി. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാണ്, നമ്മുടെ ആ സ്വിച്ചിങ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. നമ്മുടെ ബ്രൈറ്റ്നസിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ടിൽ വരുന്നത്, അതായത് ലൈറ്റ് ICയുടെ ഔട്ട്പുട്ടിലെ കോയിൽ വെച്ച് സ്വിച്ച് ചെയ്യുന്ന സ്വിച്ചിങ്ങിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ PWM ഉപയോഗിക്കുന്നത്. എത്ര നേരം ഇത് ഹൈ ആയിട്ട് നിൽക്കുന്നോ, ഒരു ഡ്യൂട്ടി സൈക്കിളിൽ തന്നെ, ഡ്യൂട്ടി സൈക്കിളിൽ ഇതിൽ ഒരിക്കലും മാറ്റം വരുന്നില്ല. നിങ്ങൾക്ക് നോക്കുക, ഇതിന്റെ ഡ്യൂട്ടി സൈക്കിൾ എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ഒരു ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കാം, ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെയാണ് ഡ്യൂട്ടി സൈക്കിൾ. ഒരൊറ്റ സൈക്കിളിൽ അത് എത്ര നേരം ഹൈ ആയി നിൽക്കുന്നു അല്ലെങ്കിൽ ലോ ആയി നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ്, ആ പൾസിന്റെ വിഡ്ത്ത് മാത്രമാണ് മാറുന്നത്. ഇതുകൊണ്ടാണ് ഇതിന് നമ്മൾ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒരേ സമയം നമുക്ക് തിയറിറ്റിക്കലും പ്രാക്ടിക്കലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യുക മറക്കണ്ട.